കോൺഗ്രസ് നെല്ലിക്കുഴി 4-ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂട്ടധർണ സംഘടിപ്പിച്ചു. നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡിലെ ഗ്രാമീണ റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണമെന്നും തെരുവുവിളക്കുകൾ പ്രവർത്തന സജ്ജമാക്കണമെന്നും തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത്. നെല്ലിക്കുഴി പഞ്ചായത്തിലെ 4-ാം വാർഡിൽ വികസനമില്ലാതെയായിട്ട് വർഷങ്ങളായെന്നും നെല്ലിക്കുഴി നാഗഞ്ചേരി കോട്ടപ്പടി കനാൽ ബണ്ട് റോഡ് നന്നാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ധർണ സംഘടിപ്പിച്ചത്. കോൺഗ്രസ് 4-ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടനാട് വായനശാലപ്പടിയിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തോടുകൂടി നെല്ലിക്കുഴി തൃക്കാരിയൂർ റോഡിൽ പ്രതിഷേധ കൂട്ടധർണ നടത്തി. ക്ഷേമ പെൻഷൻ അനുവദിച്ചു കൊടുക്കുന്നതിന് വാർഡ് മെമ്പർ പക്ഷപാതപരമായി പെരുമാറുന്നു, തൊഴിലുറപ്പ് തൊഴിലാളികളുടെ തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുക്കുക, സ്ട്രീറ്റ് ലൈറ്റുകളെല്ലാം തന്നെ തെളിയുന്നില്ല, നിരവധി പ്രശ്നങ്ങൾ ഉന്നയിച്ചാണ് കൂട്ടധർണ നടത്തിയത്. കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് ടി. സി. വിജയൻ നായർ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ UDF കോതമംഗലം നിയോജക മണ്ഡലം കൺവീനർ MS എൽദോസ് കൂട്ടധർണ ഉദ്ഘാടനം ചെയ്തു. പോളിസ് ഡേവിഡ്, MK സുഗു, സുരേഷ് ആലപ്പാട്ട്, പരീത് പട്ടമാവുടി, ചന്ദ്രലേഖ ശശിധരൻ, അലി പടിഞ്ഞാറച്ചാലിൽ, അജീബ് ഇരമല്ലൂർ, MM പ്രവീൺ, വിജിത് വിജയൻ, ഓമന വാസു, PP തങ്കപ്പൻ, PK തമ്പി, സുരേഷ് നാരേക്കാട്ട്, കൃഷ്ണകുമാർ പടിപ്പുര, അനിൽ രാമൻ നായർ, ഗോപിനാഥൻ നായർ, അനിൽ മാത്യു, രമേശൻ പുനത്തിക്കുടി, രഞ്ജിത്ത് രാധാകൃഷ്ണൻ, മിനി സാജു, രാജി തങ്കപ്പൻ, ബേസിൽ പുലിമല തുടങ്ങിയവർ പങ്കെടുത്തു. പിണറായിയുടെ ഭരണകാലത്ത് ഒരു റോഡിലൂടെ കടന്നുപോയപ്പോൾ അദ്ദേഹത്തിന്റെ കാർ ആ റോഡ് കുഴിയിൽ കുടുങ്ങി വീണ് അത് പഞ്ചറായി അവസാനം പോലീസുകാർ വന്ന് അത് ഒട്ടിച്ചു കൊടുക്കേണ്ട ഗതികേടിലേക്ക് കേരളം എത്തിച്ചേർന്നു. PV അൻവർ പറഞ്ഞതിലേക്കൊന്നും ഞാനിപ്പോൾ കടന്നു പോകുന്നില്ല. ഇത് എൻ്റെ സഹപ്രവർത്തകരോട് സൂചിപ്പിക്കാനുള്ളത്, ഇത് കേരളത്തിലെ നെല്ലിക്കുഴി പഞ്ചായത്തിലെ 4-ാം വാർഡിൽ മാത്രം ഒതുക്കുന്നതല്ല. കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലം പൂർണ്ണമായും കുണ്ടും കുഴിയുമായി നിറഞ്ഞിരിക്കുന്നു. കേരളത്തിലെ ആ വളരെ പുരോഗമന രാഷ്ട്രീയ സംസ്കാരത്തിന് ചരിത്രം കുറിച്ച കേരളത്തിൽ രാഷ്ട്രീയ രംഗം മലീമസമായിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.